555 ആക്രമണങ്ങൾ. ലെബനനിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വൻ ആക്രമണം. വെള്ളിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കുമിടയിൽ ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിലേക്ക് 455 പ്രൊജക്ടൈലുകൾ തൊടുത്തുവിടുകയും ലെബനൻ വ്യോമാതിർത്തി 97 തവണ ലംഘിക്കുകയും ചെയ്തതായി ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേന റിപ്പോർട്ട് ചെയ്തു. ഇത് മാസങ്ങളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ തീപിടുത്ത കാലഘട്ടങ്ങളിൽ ഒന്നാണ്. തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ യൂണിഫിൽ പറഞ്ഞു, ശനിയാഴ്ച മാത്രം 229 പ്രൊജക്ടൈലുകൾ വന്നതായിട്ടാണ്. ജൂൺ 21-ന് സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ ചതുർഭുജ ചർച്ചകൾ നടന്നതിനു ശേഷം സമാധാന ദൗത്യം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ഏകദിന ആകെത്തുകയാണിത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന 14 പോയിന്റ് ധാരണാപത്രത്തെക്കുറിച്ചുള്ള സാങ്കേതിക ചർച്ചകൾക്കായി US, ഇറാൻ പ്രതിനിധികൾ, ഖത്തർ, പാകിസ്ഥാൻ പ്രതിനിധികൾ എന്നിവർ യോഗം ചേർന്നു. ഞായറാഴ്ച രാവിലെ അൽ മൻസൂരിയിലും വ്യോമാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വ്യോമാതിർത്തി ലംഘനങ്ങളിൽ ഭൂരിഭാഗവും ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു. അതേസമയം ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചതായി UN ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പറഞ്ഞു. വെള്ളിയാഴ്ച തെക്കോട്ട് തിരിയുന്നതിന് മുൻപ് ലെബനൻ സമുദ്രത്തിലൂടെ വടക്കോട്ട് നീങ്ങുന്ന 2 ഇസ്രായേലി ബോട്ടുകൾ സമാധാന സേനാംഗങ്ങൾ നിരീക്ഷിച്ചു. ഇതേ കാലയളവിൽ 2 ഇസ്രായേലി മെർക്കവ ടാങ്കുകൾ കിഴക്കോട്ട് 3 റൗണ്ട് വെടിയുതിർത്തു. അത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്ഥാനത്ത് നിന്നും ഏകദേശം 200 മീറ്റർ അകലെ നിലം പതിച്ചു. ഇതേ പ്രദേശത്തേക്ക് ഏകദേശം 30 റൗണ്ട് ചെറിയ ആയുധ വെടിവയ്പും ഉണ്ടായി. UN സമാധാന സേനാംഗങ്ങൾ അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്നും സുരക്ഷിതമല്ലാത്ത ആയുധങ്ങൾ, പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങൾ, ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ എന്നിവയും കണ്ടെത്തിയതായി ഹഖ് പറഞ്ഞു. വെള്ളിയാഴ്ച സെക്ടർ ഈസ്റ്റിലെ ഒരു റോഡിൽ നിന്നും ഒരു റോക്കറ്റും നിരവധി അധിക റോക്കറ്റുകളും നിറച്ച 107mm റോക്കറ്റ് ലോഞ്ചർ യൂണിഫിൽ ലെബനീസ് ആർമി സംയുക്ത പട്രോളിംഗ് കണ്ടെത്തി. തുടർ നടപടികൾക്കായി ആയുധങ്ങൾ ദേശീയ സേനയ്ക്ക് കൈമാറി. അതേ ദിവസം തന്നെ സെക്ടർ ഈസ്റ്റിൽ പൊട്ടിത്തെറിക്കാത്ത 2 വെടിക്കോപ്പുകൾ സമാധാന സേനാംഗങ്ങൾ കണ്ടെത്തി നിർവീര്യമാക്കി. സെക്ടർ വെസ്റ്റിൽ 2 IEDകളും കണ്ടെത്തി സ്ഥലത്ത് തന്നെ നശിപ്പിച്ചു. വേനൽക്കാലം മുഴുവൻ ലെബനൻ വ്യോമാതിർത്തിയിൽ ഇസ്രായേലിന്റെ ദൈനംദിന സാന്നിധ്യവും കരയിലെ സൈനിക പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചതായി യൂണിഫിൽ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ലെബനനിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ചട്ടക്കൂടായി അംഗീകരിച്ചതും 2006-ലെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ സഹായിച്ചതുമായ സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701-ന്റെ ലംഘനമാണ് ഈ പ്രവർത്തനങ്ങളെന്ന് UN പറഞ്ഞു. ഓഗസ്റ്റ് 5-ന് ഇസ്രായേൽ പ്രതിരോധ സേന വിക്ഷേപിച്ച 113 പ്രൊജക്ടൈലുകൾ നിരീക്ഷിച്ചതായി യൂണിഫിൽ റിപ്പോർട്ട് ചെയ്തു. ജൂൺ 21-ന് ശേഷം ദൗത്യം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പ്രതിദിന സംഖ്യയായിരുന്നു അത്. ഏകദേശം 2 പതിറ്റാണ്ടുകളായി UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ലെബനൻ സൈന്യത്തോടൊപ്പം യൂണിഫിലിന്റെ പങ്ക് വിപുലീകരിക്കുകയും ഏറ്റവും ദൈർഘ്യമേറിയ ആപേക്ഷിക ശാന്തതയ്ക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇത് കമ്മ്യൂണിറ്റികളെ പുനർനിർമ്മിക്കാനും ബിസിനസ്സുകൾ വീണ്ടും തുറക്കാനും വിനോദസഞ്ചാരം ക്രമേണ തിരിച്ചുവരാനും അനുവദിക്കുന്നു. 2023 അവസാനത്തോടെ ആരംഭിച്ച സംഘർഷം ആ പുരോഗതിയെ തടസ്സപ്പെടുത്തി. ഒക്ടോബർ 7-ന് ഗാസ മുനമ്പിൽ നിന്നും തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഏകോപിത അപ്രതീക്ഷിത ക്രോസ് ബോർഡർ ആക്രമണത്തെ തുടർന്ന് 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് വേർപിരിയലിന്റെ നീലരേഖയിൽ വെടിവെപ്പുകൾ ആരംഭിച്ചു. 2024-26-ലും ഉണ്ടായ സംഘർഷങ്ങൾ വീണ്ടും സമൂഹങ്ങളെ നഷ്ടവും നാശവും കുടിയിറക്കവും നേരിടാൻ പ്രേരിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.